ഹേ ഗൈസ്, അപ്പോൾ സൂപ്പർ ലീഗ് കേരളയിലെ ഇന്നത്തെ കളി തിരുവനന്തപുരം കൊമ്പൻസ് വേഴ്സസ് കാലിക്കറ്റ് FC ആയിരുന്നു. നിങ്ങൾ മാച്ച് കണ്ടില്ലേ? ഏതായാലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമുകളും നന്നായി തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ടീമുകളും നല്ല രീതിയിൽ തന്നെ അറ്റാക്കിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യ ഗോൾ 21-ാം മിനിറ്റിൽ തിരുവനന്തപുരം കൊമ്പൻസ് ആണ് അടിച്ചത്. നമ്മുടെ കൊമ്പൻസിലെ വിഷ്ണുവിന്റെ അസിസ്റ്റിൽ അഷറാണ് ആദ്യ ഗോൾ നേടിയത് കൊമ്പൻസിന് വേണ്ടിയിട്ട്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ കാലിക്കറ്റ് FC-യുടെ ഒരു ഗോൾ നമ്മൾ കണ്ടതാണ്. കാലിക്കറ്റ് FC-യുടെ ഒരു സെറ്റ് പീസിൽ നിന്നുമുള്ള ഒരു ഗോൾ നമ്മൾ കണ്ടു. നല്ലൊരു സെറ്റ് പീസ് ഗോളായിരുന്നു. കാലിക്കറ്റ് FC-യുടെ ഡിഫൻഡർ റിച്ചാർഡാണ് ആ ഒരു ഗോൾ നേടിയത്. ഇപ്പോൾ മത്സരത്തിന്റെ ആദ്യ പകുതി നമുക്ക് ഈ സ്കോറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. രണ്ട് ടീമുകളും നല്ല രീതിയിൽ അറ്റാക്കിംഗ് ചെയ്തു, നല്ല രീതിയിൽ തന്നെ കളിക്കുകയും ചെയ്തു. നല്ല ക്വാളിറ്റി പ്ലേ രണ്ട് ടീമുകളിലും നമ്മൾ കണ്ടതാണ്. ആദ്യ കുറച്ച് മിനിറ്റുകളിൽ കാലിക്കറ്റ് FC നല്ല രീതിയിൽ അറ്റാക്കിംഗ് ചെയ്തെങ്കിൽ കുറച്ച് അടുത്ത മിനിറ്റുകളിൽ തന്നെ കൊമ്പൻസും നല്ല രീതിയിൽ തന്നെ അറ്റാക്കിംഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും നന്നായി തന്നെ കളിച്ചിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ ഒരു അറ്റാക്കിങ്ങും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി പ്ലേ നമ്മൾ സെക്കൻഡ് ഹാഫിൽ അത്ര തന്നെ കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ ഒരു അറ്റാക്കിങ് സെക്കൻഡ് ഹാഫിൽ അത്ര തന്നെ കണ്ടിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണം. രണ്ട് ടീമുകളും അതുപോലെ തന്നെ പിന്നെ കുറച്ച് മത്സരത്തിലേക്ക് കുറച്ച് അറ്റാക്കിങ്ങിലേക്ക് എത്തിയത് ആ ഒരു സെക്കൻഡ് ഹാഫിന്റെ അവസാന നിമിഷങ്ങളിലാണ്. അവസാന നിമിഷങ്ങളിൽ രണ്ട് ടീമുകളും നന്നായിട്ട് അറ്റാക്കിംഗ് നടത്തിയിരുന്നു. പക്ഷേ രണ്ട് ടീമുകൾക്കും സ്കോർ ചെയ്യാനൊന്നും സാധിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ നേടിയ ഓരോ ഗോൾ വീതം രണ്ട് ടീമും സ്കോർ ചെയ്ത് ആ ഒരു സ്കോറിൽ തന്നെ നിലനിൽക്കുകയായിരുന്നു. അങ്ങനെ മാച്ച് അവസാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഏതായാലും രണ്ടു ടീമുകളും നല്ല രീതിയിൽ തന്നെ കളിച്ച് ഇരു ടീമുകളും സമനില നിലനിർത്തി. ഏതായാലും സൂപ്പർ ലീഗിലെ നല്ലൊരു മാച്ച് കൂടിയായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഗുഡ് ബൈ.